ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമുക്ക് മീൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണണം. ഓക്കെ, സോ നമ്മളിവിടെ മീൽ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്ന് നിൽക്കും. അതായത് മീൽസിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് എങ്ങനെ കാണിക്കണമെന്ന് ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടെ മീൽസ് ഫോൾഡറിനകത്ത്, അതായത് ആപ്പിനകത്ത് മീൽസ് ഫോൾഡറിനകത്ത് നമ്മളിവിടെ ഒരു സ്ലഗിന് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമേ. അതിനകത്ത് നമ്മളൊരു പേജ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പേജ് ഫയലിനകത്ത് HTML കണ്ടന്റ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ CSS മൊഡ്യൂൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് കോപ്പി ചെയ്ത് അവിടെ നിങ്ങളുടെ പ്രോജക്റ്റിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, സോ പേജ് ഫയലിനകത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ലഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മീൽസ് കഴിഞ്ഞിട്ടുള്ള എന്താണോ നെയിം വരുന്നത് അതായിരിക്കും നമ്മുടെ സ്ലഗിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലഗിനകത്ത് വന്നിട്ടായിരിക്കും ആ നെയിം നോക്കിയിട്ടായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ളൊരു മീൽസ് നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ഫംഗ്ഷനകത്ത് ഒരു മീൽസ് ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒരു പാരാംസ് എനി എന്നാണ് ടൈപ്പ്. പാരാംസ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലഗിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനാണ് നമ്മളിവിടെ പാരാംസ് ഇവിടെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കോഡ് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് HTML റിട്ടേൺ ചെയ്യുന്ന കോഡ് അത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രാഗ്മെന്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡറിനകത്ത് 2 div ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2 div ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസ് നെയിം വെച്ച് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിവിനകത്ത് ഞാനൊരു ഇമേജ് പ്രോപ്പർട്ടി ആഡ് ചെയ്ത് Nextjsനകത്ത് വരുന്നതാണ് ഇമേജ് കോമ്പോണന്റ്. അതിനകത്ത് SRC വാല്യൂ എന്ന് പറഞ്ഞ meal.image അത് പിന്നെ പറയാം അതെന്താണെന്ന്. പിന്നെ നമ്മൾ ആൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. പിന്നെ ഫില്ലുണ്ട്. ഫില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് അറിയത്തില്ല. സോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ Nextjs അറിയാൻ പറ്റും എത്രയാണ് ആ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് ഡിവിനകത്ത് വരുന്നത് ഒരു H1 എലമെന്റും 2 P എലമെന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. H1 എലമെന്റിൽ ഫസ്റ്റ് വരുന്നത് ടൈറ്റിൽ ആയിരിക്കും. രണ്ടാമത്തത് ഒരു സ്റ്റെപ്പാണ്, അതായത് ക്ലാസ് നെയിം ക്രിയേറ്ററിന് കൊടുത്തിട്ട് ബൈ കഴിഞ്ഞിട്ട് ഒരു മെയിൽ ആയിരിക്കും. ആങ്കർ എലിമെന്റ് ഉണ്ട്. ആ ആങ്കർ എലിമെന്റിനകത്ത് നമ്മൾ മെയിൽ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. മെയിൽ ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇമെയിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ meal.creator, ആ ക്രിയേറ്ററിന്റെ പേര് നമ്മളിവിടെ ആങ്കർ ടാഗിനകത്ത് കാണിക്കും. അതായത് ഇതാണ് നമ്മുടെ ക്രിയേറ്ററിന്റെ പേര്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മെയിലായിരിക്കും അതിന് ടാർഗറ്റ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് P എലമെന്റ് എന്ന് പറയുന്നത് സമ്മറിയാണ്. അതിന്റെ ക്ലാസ് നെയിമും പിന്നെ അതിന്റെ വാല്യൂ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഡൈനാമിക്കിലെയാണ് നമ്മളിവിടെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഡൈനാമിക് വാല്യൂസ് കിട്ടുന്നത് നമ്മുടെ ഡേറ്റാബേസിൽ നിന്നുള്ള വാല്യൂസ് ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ എലമെന്റിനകത്ത് നമ്മളൊരു P എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് നെയിം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ P എലമെന്റിനകത്ത് നമുക്ക് കാണിക്കേണ്ടത് ഒരു HTML എലമെന്റ് ആണ്. ഓക്കെ, ഈ HTML എലമെന്റ് ആക്ച്വലി ഒരു സ്ട്രിങ് ആയിട്ടാണ് കാണുന്നത്. അതിൽ നമ്മൾ ആക്ച്വലി ഡേഞ്ചറസ്ലി സെറ്റ് ഇന്നർ HTML എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടാണ് നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ HTML കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെക്യൂരിറ്റി, അതായത് ബ്രൗസറിന്റെ സെക്യൂരിറ്റി റീസൺസ് കാരണം ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ആ ഈക്വൽ ടു ഡബിൾ കർലി ബ്രേസിനകത്ത് $_HTML എന്നായിരിക്കും അതിന്റെ കീ വാല്യൂ, അതിന്റെ കീ നെയിം, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡൈനാമിക് വാല്യൂ ആയിരിക്കും. അതായത് ഒരു HTML കണ്ടന്റ് ആയിരിക്കും വരുന്നത്. ആ HTML സ്ട്രിങ് ആയിരിക്കും ടൈപ്പ്. ഓക്കെ, സോ ഈ ഡൈനാമിക് വാല്യൂസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കിട്ടണമെന്ന് നമുക്ക് ഡേറ്റ ഫോൾഡറിനകത്ത് നമ്മൾ മീൽസ് ഫയലിനകത്ത് നമ്മൾ ഗെറ്റ് മീൽസ് ഡേറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതിയിട്ടില്ലേ, അവിടെയാണ് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതണം. എക്സ്പോർട്ട് ഫംഗ്ഷൻ ഗെറ്റ് മീൽ ഡീറ്റെയിൽസ്, അതിന്റെ മീൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് പാസ് ചെയ്യേണ്ടത് സ്ലഗ് എന്ന് പറയുന്ന ആണ് പാസ് ചെയ്യുന്നത്. അതൊരു സ്ട്രിങ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് db.prepare ആണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു ക്വറി നമ്മൾ ആഡ് ചെയ്യണം. ആ ക്വറി എന്ന് പറഞ്ഞാൽ സെലക്ട് സ്റ്റാർട്ട് ഫ്രം മീൽസ് വേർ സ്ലഗ് ഈക്വൽ ടു, സ്ലഗിന്റെ വാല്യൂ ആയിരിക്കും, അതിനെ ഫിൽട്ടർ ചെയ്ത് നമുക്കത് എഴുതും.
ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കാണ് ആഡ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പ്ലസ് സ്ലഗ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇതിന്റെ സെക്യൂരിറ്റി കാരണം നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. അതായത് SQL നമ്മൾ SQL എഴുതുമ്പോൾ അത് ആക്ച്വലി സെക്യൂർഡ് ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും നമ്മൾ അത് പബ്ലിക് ആയിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡോട്ട് ഗെറ്റ് എന്ന് വിളിച്ചിട്ട് നമ്മൾ അവിടെ സ്ലഗ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. ഡോട്ട് ഗെറ്റിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്ത് നമ്മുടെ സ്ലഗ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത റിസൾട്ട് ആയിരിക്കും കാണിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ നമ്മൾ എവിടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ page.tsx അതായത് നമ്മുടെ ഇവിടുത്തെ പേജ് ഫയലിനകത്ത് നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഗെറ്റ് മീൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ params.slug. params എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ സ്ലഗ് ഫോൾഡറിനകത്താണ് നമ്മുടെ ഈ പേജ് ഫയൽ ഇരിക്കുന്നത്. സോ ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു പാരാമീറ്റർ യൂസ് ചെയ്തത്. അത് നെക്സ്റ്റ്ജേസിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. അങ്ങനെ സോ params.slug കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താണോ വാല്യൂ, ഇപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ജ്യൂസി ജീസ് ബർഗർ എന്നാണ്. അപ്പൊ ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ വാല്യൂ ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തിട്ട് ആ വാല്യൂ ആ ഡേറ്റാബേസിൽ നോക്കിയിട്ട് അത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഈ മീൽ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, അത് നമുക്ക് ഇനിറ്റ് DBക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡമ്മി മീൽസ് ഉണ്ട്. അതിന്റെ നമ്മളെ ഡമ്മി ഡേറ്റ ഉണ്ട്. സോ ഈ വാല്യൂസ് ആയിരിക്കും അവിടെ വരുന്നത്. സോ ഇത് നമ്മൾ ഈ ജ്യൂസി അതായത് സ്ലഗിന്റെ വാല്യൂ നോക്കും. അപ്പൊ സ്ലഗിന്റെ വാല്യൂ നോക്കിയിട്ടായിരിക്കും ഇതിന്റെ റിസൾട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പേജ് ഫയലിനോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മെയിലിനകത്ത് നമുക്ക് ആ ഒബ്ജക്റ്റ് കിട്ടും. ആ ഒബ്ജക്റ്റ് നമ്മൾ എന്താ കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കും. മീൽ ഡോട്ട് ഇമേജ്, ഇമേജിന്റെ അവിടെ നമുക്ക് മീൽ ഡോട്ട് ഇമേജ്, അതുപോലെ ടൈറ്റിലും നമുക്ക് കിട്ടും. അതുപോലെ ക്രിയേറ്റർ മെയിൽ എന്ന് പറഞ്ഞ _മെയിൽ എന്ന് പറഞ്ഞ എനിക്ക് ഇവിടെ കാണുന്നത്, ഇവിടെ എന്ന് പറയുന്നത് ക്രിയേറ്ററിന്റെ പേര്, സമറി എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഡൈനാമിക്കലി വാല്യൂസ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യും. ഇനി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ HTML സ്ട്രിങ് ആണ് ഈ ഒരു ആട്രിബ്യൂട്ടിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ആക്ച്വലി നെക്സ്റ്റ് ലൈനാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ /n ഈ സ്ട്രിങ് ആയതുകൊണ്ട് നമുക്ക് /n ആയിരിക്കും വരുന്നത്. സോ /n HTML-നകത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ ബ്രേക്ക് എലമെന്റ് ആണ് നമ്മൾ അവിടെ വെക്കുന്നത്. സോ അടുത്ത പാരഗ്രാഫ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ബ്രേക്ക് കൊടുക്കണം. സോ ഇവിടെ ഞാൻ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അൺകമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താ വെച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ /n വെച്ച് റീപ്ലേസ് ചെയ്യും. /n എടുത്തിട്ട് നമ്മൾ BR വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ ഈ ബ്രേക്ക് എലമെന്റ് ആയിരിക്കും നമുക്ക് അടുത്തത് കിട്ടുന്നത്. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഡായി വന്നു. സോ ഫസ്റ്റ് ഇങ്ങനെ വന്ന് സെക്കൻഡ് ഇവിടെ. സോ അടുത്തടുത്ത ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഡൈനാമിക് വാല്യൂസ് നമുക്ക് എങ്ങനെ ഈ മീൽസ് ഡീറ്റെയിൽസിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നോക്കുക. ഓക്കെ.